പുള്ളി കരയുന്നുണ്ടോ? അയ്യോ പുള്ളി കരയുന്നുണ്ട്, നന്നായിട്ട് കരയുന്നുണ്ട് കേട്ടോ. പാവം പാവം കേട്ടോ, കഷ്ടം. ആണി അയ്യോ ആണി തിറച്ചു കേട്ടോ. അവൻ്റെ നെറ്റി തിരത്തി, അയ്യോ നെറ്റി തന്നെ ആണി തിറച്ചു കേട്ടോ. അമ്പടാ വില്ല, അത് കൊള്ളാലും സംഭവം. നമ്മൾ ഇന്നൊരു കോടതിയിലോട്ട് പോവുകയാണ്. കോടതിയിൽ എന്താ ഉള്ളത്? എന്താ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഏക സ്ഥാപനമാണ് കോടതി അല്ലേ. ഈ കോടതി പ്രത്യേകം എന്താ അറിയാമോ? ഈ കോടതിയുടെ ജഡ്ജി എന്ന് പറയുന്നത് കാളിദാസ് സ്വാമിയാണ്. മനസ്സിലായില്ലേ അല്ലേ? ഇദ്ദേഹം കോടതി തള്ളിയത്, പോലീസ് സ്റ്റേഷൻ തള്ളിയത്, അങ്ങനെയുള്ള കേസുകൾ മാത്രമാണ് ഇദ്ദേഹം കൈകാര്യം ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഡൈവേഴ്സ് അല്ലെങ്കിൽ എന്താ പറയുക അടിപിടി കേസുകൾ, അങ്ങനെയുള്ള കേസുകളൊക്കെ ഈ സ്വാമി എടുത്ത് വന്നു കഴിഞ്ഞാൽ പരിഹാരം കിട്ടുമെന്നാണ് ഈ ഗ്രാമക്കാരുടെ വിശ്വാസം. അങ്ങനെ സാധാരണ ഈ തിരക്കുകളൊക്കെ എവിടെ കാണുന്നത്? പോലീസ് സ്റ്റേഷനിലേക്കാണ് തിരക്കുകൾ കാണുന്നത് അല്ലേ. അങ്ങനെ ഓരോരുത്തരും പരാതിയുമായിട്ടൊക്കെ ഇവിടെ വന്നിരിക്കുകയാണ് ഓരോ ആ സ്വാമിയെ കാണാൻ വേണ്ടി. ഇപ്പോൾ സ്വാമിയെ കണ്ടു കഴിഞ്ഞാൽ ആ പ്രശ്നങ്ങൾ പരിഹാരം കിട്ടുമെന്നൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ എന്തായാലും ആ തിരക്കിനകത്ത് ഒരു രസമുണ്ട്. കാരണം ഡൈവേഴ്സ് ഭാര്യയും ഭർത്താവും തമ്മിൽ വളരെ വർഷങ്ങളായിട്ട് അടിച്ച് വിരിഞ്ഞ് കഴിയുകയാണ്. ഒരു വിധത്തിലും ചേരാൻ പറ്റത്തില്ല. ഇനി അവർ മുഖത്തോട് മുഖം കണ്ടു കഴിഞ്ഞാൽ വെട്ടും കുത്തും നടക്കും എന്നുള്ള കേസ് കേട്ടൊക്കെ എങ്ങനെയെങ്കിലും അവരെ ഇവിടെ എത്തിച്ചു കഴിഞ്ഞാൽ സ്വാമി കൂട്ടി യോജിപ്പിച്ച് വിടുമെന്നൊക്കെയാണ് ഈ ഗ്രാമക്കാരുടെ വിശ്വാസം. അങ്ങനെ വിവിധ കേസുകളുമായിട്ട് ഒരുപാട് ആൾക്കാർ ഇതേ വന്നിരിപ്പുണ്ട്. ഇവർക്കൊക്കെ പല പല കേസുകളായിരിക്കും. ഒരുപക്ഷെ വസ്തുവിൻ്റെ വിഷയമായിരിക്കാം, അല്ലെങ്കിൽ കുട്ടികളുടെ വിഷയമായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും അടിപിടി കേസ് കേട്ടായിരിക്കാം. അങ്ങനെ ഒരുപാട് കേസുകളുമായിട്ട് ആൾക്കാർ ഇങ്ങനെ നിൽക്കുന്നുണ്ടോ. ഇതിനകത്താണ് സെറ്റപ്പ് നടക്കുന്നത്, ഇതിനകത്താണ് കോടതി നടക്കുന്നത്. എല്ലാ കേസുകളും പരിഹരിക്കുന്ന ഏക സ്ഥാപനമാണ് നമ്മുടെ കാളിദാസ് സ്വാമി. എന്തായാലും ഒരുപാട് വിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളൊക്കെ നമ്മുടെ തമിഴ്നാട്ടിലുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മളിങ്ങനെ കണ്ടിരുന്നു പോകുന്ന ചില കാഴ്ചകളാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. നമുക്ക് നല്ല നേരെ കയറിയാലോ. നമ്മൾ ഞെട്ടാൻ പോകുന്ന കാഴ്ചയാണ്. കാരണം എന്ന് വെച്ചാൽ ഈ രണ്ട് പാവയിൽ നിന്നും ഇവരുടെ ശരീരത്തിലുള്ള ദോഷങ്ങൾ എടുത്ത് മാറ്റുകയാണ് അല്ലേ. അല്ലേ കറക്റ്റ് അല്ലേ? അപ്പൊ ഇവരുടെ എന്തമായ ദോഷം ഉണ്ടെങ്കിൽ இந்த பாவைக்குள்ள ஆவாகனம் செய்து അതിന് അഗ്നിയിൽ സംഹാരം ചെയ്യണം. ഇവര് ഫസ്റ്റ് തവണ എത്ര തവണ വന്നു? എത്ര ഹൗ മെനി ടൈം? ഇത് ഫസ്റ്റ് ടൈം പൂജ പண்றது. ഇതെല്ലാം മുടിഞ്ഞു പോകും. എല്ലാം മുടിഞ്ഞു പോകും. ഇവർക്ക് എന്താ ദോഷം എന്തിരിക്കും? ഇവർക്ക് ഇവங்க ரெண்டு பேர் பிரிஞ்சு போகணும்னு சில പ്രയോഗം பண்ணியிருந்தாங்க. അപ്പോൾ സംഭവം മനസ്സിലായല്ലോ. അപ്പോൾ എന്തായാലും ഇവരെ തമ്മിൽ പിരിക്കാൻ വേണ്ടി ഏതോ ദുഷ്ടശക്തികൾ അമ്മാതിരി പണി കാണിച്ച് ഇന്നത്തോടു കൂടി ആ പ്രശ്നങ്ങളെല്ലാം മാറ്റുകയാണ്. അപ്പോൾ ഇവരുടെ ദേഹത്തുള്ള ദോഷങ്ങൾ മുഴുവൻ ഈ പാവയിലേക്ക് ആവാഹിച്ച് കഴിഞ്ഞ് ഇനി അടുത്ത് തീയിലേക്ക് ഇടുക. അപ്പോൾ നമുക്ക് കാണാം, കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതാണ് നമ്മൾ ഈ ഭയങ്കരമായിട്ടുള്ള ദോഷങ്ങളൊക്കെ നിമിഷ നേരം കൊണ്ടാണ് ഇവിടെ മാറ്റുന്നത്. അപ്പം ഓ ഇതാണ് സംഭവം ഉണ്ടോ. ഓ എൻ്റെ പൊന്നട, ഇത് ഭയങ്കര സെറ്റപ്പാണ്. ഇത് ആ തീക്കുള്ളിലാക്കി രണ്ടുപേരും കേട്ടോ, ഒരിക്കലും പിരിയാനാവാത്ത വിധത്തിൽ ആ തീക്കുള്ളിലാക്കി അവര്. ഇനി ഒരിക്കലും ഒന്നാവതില്ല അല്ലേ. ഇത് ഭയങ്കര സംഭവമാണല്ലോ. തീ നമ്മൾ വിചാരിക്കും ഇവർ രണ്ടു തീ വീഴുന്നു. വെള്ളം തന്നെ. ഓ എണ്ണയല്ലേ, ഓയിലല്ല. ആ വെള്ളം തന്നെ കേട്ടോ. അത് വെള്ളം, ഈ വെള്ളമാണ് ഇത്ര കത്തുന്നത്. ഓക്കെ. അപ്പൊ ഇത് ഭയങ്കര സംഭവമാണ്. സ്വാമി എന്തായാലും അപൂർവ സിദ്ധൻ തന്നെ. വെള്ളം കൊണ്ട് ഈ തീയൊക്കെ കത്തിക്കുന്ന അപൂർവ സിദ്ധനാണ് നമ്മുടെ കാളിദാസ് സ്വാമി. ഇതെന്താ ചെയ്യാൻ പോണാണ്? ഇത് இவர்கள் மேலே இருக்கிறதால ஆவாகனம் செய்தால ஆ பொம்மையில் எல்லாம் இருக்கும். ஓகே. இதன்னா அது முதல்ல ஆணி அடித்தாலே அது ஸ்தம்பனமாய் அங்கே இருக்கும். அது மறுபடியும் இங்கே வராது. சரி. அதுக்காக இவர் மேலே இருக்கிறத சுற்றி இறக்கி லாஸ்ட் ஃபைனலாக அதில் லாக் ചെയ്ത്. ഓക്കെ ഫൈനൽ സ്റ്റേജ്. ഓക്കെ, ഇതിൻ്റെ ക്ലൈമാക്സിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി അവനെ ആ പ്രേതത്തെ ആവാഹിച്ച് ആണി അടിച്ച് ഇതിലേക്ക് ഈ ബൊമ്മയിലേക്ക് ഇടാൻ പോകുന്ന കാഴ്ചയാണ് കാണുന്നതെന്ന് സ്വാമി പറയുന്നത്. അപ്പോൾ ആവാഹിച്ച് ആ ബൊമ്മയിലേക്ക് ആണി അടിച്ച് തറച്ച് കയറ്റാൻ പോകണം. സൂക്ഷിച്ച് കേട്ടോ, തറച്ച് അതിലേക്ക് തറച്ച് കഴിഞ്ഞു. ആണികൾ 1 2 3 4 5 6 7 ആണികൾ 7 ആണി തറച്ചു. അതോടെ സംഭവം തീർന്നു. ഇതാണ് ഇതിൻ്റെ ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ അത് എൻ്റെ ക്ലൈമാക്സ് എന്ന രീതിയിൽ ആ ബൊമ്മ കൊണ്ട് ഇവരുടെ ദേഹത്തുള്ള ദോഷമുള്ള ആ സാധനം കൊണ്ട് ഈ അഗ്നിയിൽ കൊണ്ട് ഇടുക അല്ലേ. അതോടെ എല്ലാമേ മുടിച്ചു പോച്ച്. അപ്പോൾ എല്ലാ സംഭവം തീർന്നു. ഇത്രയേ ഉള്ളൂ. ഇത്രയും നാൾ അവരെ അലട്ടിയിരുന്ന ആ വിഷയം ഇതോടുകൂടി തീരുകയാണ്. ആ അഗ്നിയിലേക്ക് ആ ബൊമ്മ എടുത്ത് കത്തിച്ച് കളയാൻ പോവുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സംഭവം തീർന്നു, മുടിഞ്ഞു പോയി. എല്ലാ പ്രശ്നങ്ങളും ആ ബൊമ്മയുടെ ആ ബൊമ്മ കത്തി എരിയുന്നതോടെ തീരുകയാണെന്നാണ് ഇവരുടെ ഒരു വിശ്വാസം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതൊരു ക്ലൈമാക്സ് ആണിത്. അപ്പം അയാളുടെ ദേഹത്തുള്ള ഫുള്ള് നെഗറ്റീവ് എനർജി പുറത്ത് ചാടിക്കാൻ പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. അപ്പം നമ്മൾ എന്താണോ കാണാൻ ആഗ്രഹിച്ചത് അതാണ് കാണാൻ ആഗ്രഹിക്കുന്നത്. അപ്പം അദ്ദേഹത്തിന്റെ ദേഹത്തുള്ള നെഗറ്റീവ് എനർജി ഫുള്ള് ഇപ്പം അതിലേക്ക് വരികയാണ്. അപ്പം മാറി കണ്ടോ, ഇത്രയും നാള് ആരോ കൂടുവത്ര എന്തോ കണ്ടോ പുള്ളി കരയുന്നുണ്ടോ.
അയ്യോ പുള്ളി കരയുന്നുണ്ട്, നന്നായിട്ട് കരയുന്നുണ്ട് കേട്ടോ. പാവം പാവം കേട്ടോ, കഷ്ടം. എന്തൊരു ദോഷമാടാ നീ കൊച്ചെ കാണിച്ചു വെച്ചേക്കുന്നത്. ആ ചെറുക്കനിട്ട് കരയിപ്പിക്കുമല്ലേ, പാവമായി. സത്യം പറഞ്ഞ വല്ലാത്തൊരു ദോഷം കാണിച്ചു വെച്ചേക്കുന്നത്. പുള്ളി ഇത്രയും നേരം വളരെ പിടിച്ചു നിന്ന് കേട്ടോ. പക്ഷേ നമ്മുടെ സ്വാമി അത് പുറത്ത് ചാടിച്ചെന്തായാലും. ഇതാണ് നമ്മുടെ കാളിദാസ സ്വാമിയുടെ ഒരു ഭയങ്കര സംഭവം എന്ന് പറയുന്നത്. ഇത്രയും നേരം പുള്ളി വളരെ സ്റ്റഡി ആയിട്ട് ഇരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു വളരെ ബോൾഡായിട്ടുള്ള ആളാന്ന് വിചാരിച്ചു. പക്ഷേ ഇത്രയും ശുദ്ധനായി പോയല്ലോ കൊച്ചാ നീ. നമുക്ക് അറിയുന്നുണ്ടോ? പോയി അവന്റെ ദേഹത്തുള്ള സംഭവം അവൻ ഇരുത്തുവാ. ദൈവം തീ വീടല്ലേ, ഞാൻ പിടിച്ചേക്കാം. അപ്പൊ എന്തായാലും അവനെ മുട്ടുകുത്തിച്ച് അവന്റെ പരിപാടി ഒന്നും ഇവിടെ നടക്കത്തില്ല മോനെ. അവന്റെ ദേഹത്തുള്ള ഭയങ്കര സംഭവം ഉണ്ട്, അതെല്ലാം അടിച്ച് സ്വാമി കളഞ്ഞിരിക്കുവാണ്. അവൻ അവസാനം നമ്മൾ മുട്ടുകുത്തിച്ച്. അമ്മാതിരി പണിയാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അപ്പൊ ആ സ്വാമിജി ദേഷ്യം വന്നു തുടങ്ങി. കാളിദാസ സ്വാമി രൗദ്രഭാവത്തിലേക്ക് പോയി. ദേഷ്യം വന്നു കേട്ടോ. കുറെ നേരമായിട്ട് സഹിക്കുന്നൊരു പരിധിയില്ല മനുഷ്യനായാലേ. ആണി അയ്യോ ആണി തിറക്കി കേട്ടോ. അവൻ്റെ നെറ്റി തിരത്തി. അയ്യോ നെറ്റി തന്നെ ആണി തിറച്ചു കേട്ടോ. അമ്പടാ വില്ല, അത് കൊള്ളാലും സംഭവം. അപ്പോൾ ആ നമ്മൾ പനയെ തിളയ്ക്കുന്നതിന് പോലെ അവൻ്റെ നെറ്റി തന്നെ തിളച്ചു കേട്ടോ ആണി. സംഭവം ഭയങ്കര കളിയായിപ്പോയി ഇത് കേട്ടോ. ചെറിയ കളിയല്ല ഇത്. എന്താ ഇവൻ്റെ പുറകെ ഞാനും പോവാ കേട്ടോ. ഇവനെ കൊണ്ട് സ്വാമി എവിടെയോ പോവുകയാണ് കേട്ടോ. എന്തോ പരിപാടി ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ പിറയിൽ എന്താണെന്ന് ഒരു പിടിയില്ല. ഇനി ചെറുക്കൻ പുറകെ പോകുന്നുണ്ട്. അനുസരണയുള്ള എന്താ പറയുക, മാൻകുട്ടിയെ പോലെ പോകുന്നുണ്ട്. ഇവിടെ ഉണ്ടോ പരിപാടി? ഇവിടെ ഭയങ്കര സംഭവമല്ല ഇത്. എനിക്ക് ഇവിടെ ഉണ്ടായ സെറ്റപ്പ് അല്ലേ. ഈ ചെറുക്കനെ ഇവിടെ കൊണ്ട് തിളയ്ക്കാൻ പോവുകയാണ്. ഒന്നും പിടിയില്ല. അതുകൊണ്ട് തലയോട്ടിയൊക്കെ ഉണ്ട് കേട്ടോ. തലയോട്ടികളുടെ ബഹളമാണ്. ചെറിയ കുഞ്ഞു പിള്ളേർ മരിച്ചല്ലേ ചേട്ടാ. ചെറിയ പിള്ളേരുടെ തലയോട്ടി ഇവിടുന്ന് ശേഖരിച്ച് വെച്ചേക്കുക സ്വാമിജി. ചുറ്റിക്കുവാണോ? അവിടെ ചുറ്റിക്കുക ചെറുക്കനായിട്ട് കേട്ടോ. ഭയങ്കര കനത്ത ശിക്ഷ കൊടുക്കുന്നത് ഇവിടെ എന്തായാലും. അപ്പോൾ ചെറുക്കനിട്ടങ്ങ് ചുറ്റിച്ച് ഇവൻ്റെ ദേഹത്തുള്ള സർവ്വ അടവടാല സാധനം മുഴുവൻ എടുത്ത് പുറത്ത് അടിക്കുവാണ്. എൻ്റെ പൊന്നെ, ഞാൻ പേടിച്ചു. അപ്പോൾ ഇതെല്ലാമേ തീർന്ന് ഭയവായിച്ച്. ഇപ്പോൾ ക്ലൈമാക്സ് ആയിരിക്കും. അപ്പോൾ സ്വാമിജി കമോ ഒരു ഇന്റർവ്യൂ തന്നിട്ട് പോകും. അപ്പോൾ ഇത് ആ ദേഹത്തുള്ള ഉടുമ്പുക്കുള്ള എല്ലാ കെട്ടവാദിയെല്ലാം പോയി. എല്ലാം പോയി. കാളിദാസ സ്വാമി ഹാപ്പി തന്നെ? ഹാപ്പിയാ? ഞാൻ ഹാപ്പി. എന്തൊക്കെ കണ്ടാലൊന്നും കണ്ണടയ്ക്കാൻ പറ്റുമോ എന്തോ അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കുപോലെ. ഇങ്ങനെയൊക്കെ ചില വിശ്വാസങ്ങളുണ്ട്. ഇത് അന്ധവിശ്വാസമാണോ വിശ്വാസമാണോന്ന് വെച്ചാൽ എനിക്ക് ഉത്തരവില്ല. വേണമെങ്കിൽ വിശ്വസിക്കാം, വേണ്ടാത്തവർക്ക് വിശ്വസിക്കുകയോ വേണ്ട. അതൊക്കെ നിങ്ങൾക്ക് വിടുകയാണ്. എന്തായാലും ഇതുകൊണ്ട് ജീവിക്കുന്ന കുറേ അളിയന്മാരുണ്ട്. അത് പറയാതിരിക്കും തരവില്ല അല്ലേ. അവർക്ക് ചിലപ്പം ബാധ പോയാലായി, ബാധ പോയില്ലേലായി. അവർ ഒന്നിച്ചാലായി, ഒന്നിച്ചില്ലേലായി. അതൊന്നും നമ്മൾ തിരക്കേണ്ട കാര്യമേ ഇല്ല. അതൊക്കെ അവരുടെ വിശ്വാസമാണ്. എന്തായാലും ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ ഒരുപാട് നമ്മുടെ സമൂഹത്തിലുണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത്. തീർച്ചയായിട്ടും അതിൽ നല്ലത് മാത്രം ഉൾക്കൊള്ളുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം.